ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോകാൻ നിൽക്കുകയാണ്. ഓസ്ട്രേലിയയിലേക്കുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ കുറച്ച് ഡിലേ ആണ്. സോ ഞാനിവിടെ എയർപോർട്ടിൽ നിൽക്കുന്നുണ്ട്. ഇതാ അച്ഛനായിട്ടൊക്കെ ലഗേജ് എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ റൂമിൽ നിന്ന് കാറിലായിരുന്നു അമ്മേൻ്റെയും വല്യമ്മേൻ്റെയും അച്ഛൻ്റെയും ഏട്ടൻ്റെയും കൂടെ പോകുന്നത്. ചായ കുടിക്കലൊക്കെ പെട്ടെന്നായിരുന്നു. അങ്ങനെ വേഗം ചായ കുടിച്ച് എയർപോർട്ടിലെത്തി ബാഗൊക്കെ ഇറക്കി. ഇത് രണ്ടെണ്ണമല്ലോ, മറ്റേ മൂന്നാമത്തെ ഇതാ ചെറുത്. ആൻഡ് ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ഇതാ 3 പേര് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്കിലും ഉണ്ടായല്ലോ, സന്തോഷം. എടുത്തു വെച്ചോ. എബിൻ ദിവാകർ സ്ട്രോങ് ആണ് ഗൈസ്. അടുത്ത പെട്ടി ഡെൽവിൻ. അടുത്തത് അവൻ തന്നെയാണ് വെക്കുന്നത്, കുഴപ്പമില്ല. ഡെൽവിൻ ബൈ. എത്രണ്ട്? 20.84. അപ്പൊ സീനില്ല. ഇനി അടുത്തത് ഇനിയൊന്നും മാറ്റല്ലേ, നമ്മൾ എന്തൊക്കെയോ കാട്ടി പെർഫെക്റ്റ് ആക്കി. 21. അതല്ല, ഞാൻ കാലോണ്ട് ഇങ്ങനെ നോക്കാം. അച്ഛൻ എന്താ ഗൈസ് ഏതോ പോലീസുകാരനോട് വർത്തമാനം പറഞ്ഞെടുക്കാണ്. എൻ്റെ കൊളംബോയിലേക്കുള്ള ഫ്ലൈറ്റ് ഇതാ ഡിലേഡ് ആണ് കാണിക്കുന്നത്. ശരി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ കണ്ണട എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതാ ഇവിടെ തന്നെ ഉണ്ട്. തോന്നൊന്നും പറയല്ലേ, ഞാൻ പോയിട്ട് വരൂ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നൊക്കെ പറയണ വരാൻ വേണ്ടി പോവാണ് ഗൈസ്. അതെ, ഞാൻ വരാൻ വേണ്ടി പോവാണ്. ഇനി വെറും ദിൽഷ അല്ല, ഓസ്ട്രേലിയൻ ദിൽഷ. അതെ അതെ, ഓസ്ട്രേലിയൻ ദിൽഷ. ആറമ്മൈറ്റിയോ ആറമൈറ്റല്ല, ഡീക്കിൻ. ഓക്കെ, ഡീക്കിൻ പോയി പഠിക്കാൻ പോവാണ്. മാസ്റ്റേഴ്സ് ഇൻ AI. മാസ്റ്റേഴ്സ് ഇൻ AI. മാസ്റ്റേഴ്സ് ഇൻ അപ്ലൈഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രാക്കറ്റിൽ പ്രൊഫഷണൽ. അതാണ് എന്റെ കോഴ്സിന്റെ പേര്. ഫുൾ പ്രൊഫഷണൽ ആയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചേരം കൂടെയല്ലേ ഉള്ളൂ. ടൈം ആവുന്നല്ലോ. ഫോട്ടോക്ക് പോസ് ചെയ്യാം. ഫോട്ടോക്ക് പോസ് ചെയ്യാം. ഫോട്ടോക്ക് പോസ് ചെയ്യാം. നിക്ക്. ഫോട്ടോക്ക് പോസ് ചെയ്യാം. ഫോട്ടോക്ക് പോസ് ചെയ്യും. ഓ, എന്നെ കൂടി കരയിപ്പിക്കല്ലോ. ഓ ഇതൊക്കെ ഒരു സീനാണ്. ഞാൻ വിചാരിച്ച വെള്ളപ്പൊക്കം വന്നിട്ടില്ല ഇതുവരെ. വെള്ളപ്പൊക്കം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, പോവാ മോളെ. ഓ ആയിക്കോട്ടെ, താങ്ക് യു താങ്ക് യു. ചായ മാത്രം കുടിച്ച് മതി മതി. ഭക്ഷണമൊക്കെ ഉള്ളിൽ ചെന്നിട്ട് എന്താ ലോഞ്ചിൽ നിന്ന് എന്താ കിട്ടുകയാണെ തിന്ന. അയ്യോ, അച്ഛമ്മ ഒന്ന് കാണിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും ഉണ്ട്. ഇതാ, ഞാൻ അമ്മ കൊടുക്കാം. അയ്യോ ഗായ്സ്, എന്റെ സെൽഫി സ്റ്റിക്ക് ആടി ആടി കളിക്കുന്നു. കൈ വരയ്ക്കുന്നുണ്ട്. കൈ വരയ്ക്കുന്നുണ്ട്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? കറിയ കുറച്ച് പേരെ കൂടി കയ്യട്ടെ. മമ്മി ടീംസ് ഇവിടെയുണ്ട്. എല്ലാരും നോക്കണം. എല്ലാരും നോക്കി. അതൊന്നുകൂടെ കേട്ടോ. പറഞ്ഞോ ഹലോ മൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. നമ്മളില്ല, ഞാൻ. സോ ഇവരൊക്കെ തന്നെ ആക്കാൻ വന്നിട്ടുണ്ട്. And I am so happy for that. എന്താണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങളെയും കൂടി നോക്കട്ടോ. ഇതാണ് എയർപോർട്ട്. ഞാനവിടെ ചൂബി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നായിരിക്കും കയറുക. ഓക്കെ, പോലീസുകാർ ഇതാ കഴിച്ച് ഞാൻ വേഗം കയറാത്തോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കയറി നോക്കാം. പോവാണ്ടോ?
വീഡിയോ അവിടെ കുറേ എവിടെ 11:45 ഇതിൽ കാണിക്കുന്നത്. 10:20 ഫ്ലൈറ്റ് ആണ് വെച്ചാൽ ഡിലേഡ് ആണ്. യോ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. വല്യമ്മ ബാഗ്. ഓ നമ്മള് യോ മണാലി പോയിട്ട് ബൈ ബൈ. അവനാ ശരി കാണിക്ക ആ ശരിയേ എന്തൊക്കെ ഫോണതാ ഫോണ്. ഓക്കെ എന്നാ ശരി ബൈ ബൈ. ഓക്കെ കാണാം. ബൈ 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 ബൈ. സോ ഗൈസ് ഇതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. സംഭവം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഇതുകൊണ്ട് കുറച്ച് ഒന്തി നടക്കുന്ന പ്രയാസമാണ്. ഓക്കെ സോ ഇതാണ് ഡാഡി. ശ്രീലങ്കൻ എയർലൈൻസ് ആണ് വെയിറ്റ് ചെക്ക് ചെയ്യണം ഗൈസ്. ഗൈസ് കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട്. 20.8. നെക്സ്റ്റ് വൺ 21. അടുത്തത് 7.9. കൊളംബോ ഓക്കെ ഓക്കെ താങ്ക് യു. അങ്ങനെ ഇമിഗ്രേഷൻ ആൻഡ് ചെക്കിങ് കഴിഞ്ഞു ഗായ്സ്. ഞാൻ ഇനി വിസയും എൻ്റെ 2 ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് ഇമിഗ്രേഷൻ്റെ പോവാണ്. ദിസ് ഇസ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ. അപ്പോൾ ഗൈസ് ഇമിഗ്രേഷൻ വരെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ ഓക്കെ പോവാണ്. ബൈ ബൈ. ഓക്കെ ബൈ ബൈ. ഇവിടെ പാസ്പോർട്ട് വിസയും മേടിച്ചു. ഗൈസ് എനിക്ക് പോകാനുള്ളത് ഗേറ്റ് 2-ലൂടെയാണ്. സോ ഇവിടെ പോയി നോക്കാം. ഇവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് ആൻഡ് എവ്രിതിങ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതാ കുപ്പികൾ. വാവ് പെർഫെക്റ്റ്. സൺഗ്ലാസ്. ഗേറ്റ് 2-ൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെയാണുള്ളത്. ആൻഡ് എക്സിക്യൂട്ടീവ് ലോഞ്ച് അവിടെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് അവിടേക്ക് പോയി നോക്കാം. കയറി വന്നപ്പോൾ ബർഗർ കിങ് ഉണ്ട്, ക്ലബ് സുലൈമാനി ഉണ്ട്. ആൻഡ് എനിക്ക് ഇവിടെ പോകണമെന്നാണ് എക്സിക്യൂട്ടീവ്. അതിനായിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് വരെ എടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി ലോഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലോഞ്ച് കയറുന്നത്. അപ്പോൾ ഇതാണ് ലോഞ്ച്. ആൻഡ് 2 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഗൈസ് കോഫി ഉണ്ട് ആൻഡ് ബിയർ, ഫ്രൂട്ട്സ്, ബ്രെഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് സീറ്റ് വേണം. സീറ്റ് തൽക്കാലം ലൈറ്റ് ഏതെങ്കിലും സ്ഥലത്തെടുക്കാം. ആൻഡ് ഗൈസ് ദേ ഇവിടെ നോക്കിയാൽ എന്നെ കാണാം. കളി ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ആൻഡ് ഗൈസ് ഇവിടെ മാപ്പിൾ സിറപ്പുണ്ട്. ആൻഡ് ഹിയർ പാൻ കേക്ക്. ഓ പാൻ കേക്കിൻ്റെ മുകളിൽ വയ്ക്കാം മാപ്പിൾ സിറപ്പ്. ഇഡ്ലി ഗൈസ്. ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ഗൈസ്. എനിക്കുള്ള പ്ലെയിൻ ദോശ ഇതാ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇഡ്ഡലി 3 എടുത്തു. ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് എനിക്ക് എന്താണത് ഇങ്ങനെയാണ് ഒരു ദോശ ഉണ്ടാക്കുക. ഓ ഫ്ലോപ്പായി. അത് പക്ഷേ ഫ്ലോപ്പ്. അപ്പോൾ അടുത്ത ദോശ ഇനി ഉണ്ടാക്കുവാണ്. ലെറ്റ്സ് വാച്ച്. ദോശ അവിടെ ഉണ്ടായിക്കോട്ടെ. നമുക്ക് സാമ്പാർ എടുക്കാം.
പിന്നെ ഇവിടെ എന്താ പഴം പുഴുങ്ങിയത്, സോസേജ് ആൻഡ് ഓംലെറ്റ്, ഹണി ചിങ്സ്, കോൺഫ്ലെക്സ്, പഴം വട, ദിസ്. ഇത് രണ്ടും കൂടി ഓവറാവുന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇഡ്ഡലി കഴിച്ചു നോക്കാം. കുഴപ്പമില്ല. കൂടെ കുടിക്കാൻ കുറച്ച് മിൽക്ക് ഇതാക്കിയിട്ടുണ്ട്. ഇത് ചായയാണോ കോഫിയാണോ എന്ന് ഞാൻ നോക്കില്ല. ഐ തിങ്ക് ചായ ആയിരിക്കുന്നു. ആൻഡ് ഇവിടെ ഒരു യെല്ലോ കളർ സ്വീറ്റ്നറും കൂടി എടുത്തിട്ടുണ്ട്. എന്തായാലും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. വെരി ഗുഡ് മിൽക്ക്. എനിക്ക് ദോശേനെക്കാട്ടും ഇഡ്ഡലിനെക്കാട്ടും ഇഷ്ടം ചായയാണ്. എനിക്ക് ചായയിൽ പ്രത്യേകിച്ചും ലൈറ്റ് ചായയാണ് ഇഷ്ടം. അങ്ങനെ സ്ട്രോങ് ചായ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അടുത്തതായി ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താണ്? ടീ കേക്ക്, മഫിൻ. എനിക്ക് ഈ 2 കേക്കിൽ ഈ കേക്കാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് പ്രശാന്ത് തീർന്നു പോയി ഗൈസ്. ഇതെന്താണ്? ഡാനിഷ് പേസ്ട്രി. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ മൈ ഗോഡ്, ദിസ് ഇസ് നോട്ട് സ്റ്റേബിൾ. കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് ഒന്ന് മതി. ആൻഡ് വട പഴം ഒന്നും വേണ്ട. ആൻഡ് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള ഇവിടെ ഉണ്ട്, ജാം, ബട്ടർ, ബൺ ബ്രെഡ്, വെജ് സാൻഡ്വിച്ച്, ഓക്കെ, കെച്ചപ്പ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് സാലഡ്സ്. ഐ തിങ്ക് 2 കക്കരി പൈനാപ്പിൾ എടുക്കാം. കുറേ സാധനങ്ങളാണ് എടുക്കുന്നത്. ആൻഡ് മാപ്പിൾ. ഇതിൽ ഇടയ്ക്ക് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ട്. ഇത് ജാമാന്ന് തോന്നുന്നുണ്ട്, ഞാൻ കഴിച്ചില്ല. ഇറ്റ്സ് ജാം, കൈൻഡ് ഓഫ് ജാം. നമുക്കുള്ള ഒരു ലൈറ്റ് സ്നാക്സ് ആണ്. തൽക്കാലം കഴിക്കാനുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് വാഷ് ഏരിയയിലേക്ക് പോവാം. തൽക്കാലം ഇങ്ങനെയൊരു സാധനം കൂടി ഉണ്ട്. ആൻഡ് ലെറ്റ്സ് ടേക്ക് ദിസ്. ഓ മൈ ഗുഡ്നെസ്, എൻ്റെ ഫ്ലൈറ്റ് ഡിലേഡ് ആണ്. 12:10 ആണ് ടൈം കൊളംബോയിലേക്കുള്ള. അപ്പം എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും കുറേ ടൈമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഫോൺ കുത്തിയിടാൻ പോവാണ്. ഫോണിൽ വീഡിയോസൊക്കെ എടുത്ത് ചാർജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, എൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതാ മിന്നി കളിക്കുന്നുണ്ടോ ഗേറ്റ്. സോ ഗൈസ്, പോയി നോക്കാം. ഗൈസ്, നമ്മുടെ വണ്ടി ഏകദേശം ഇവിടെ എത്താനായതുകൊണ്ട് തന്നെ ഞാൻ ലോഞ്ചിൽ നിന്ന് ബൈ പറയുകയാണ്. അത് ലോഞ്ച്. താങ്ക് യു എനിക്ക് സമയം തന്നതിന് ഇവിടെ ഇരിക്കാൻ. ലോഞ്ച്. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ താഴത്തേക്ക് പോവുകയാണ്. കൊളംബോയിലേക്കുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് ഗേറ്റ് നമ്പർ 2 ആൻഡ് ഐ എം ഗോയിങ് ടു സിറ്റ് ദേർ. പ്രീ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം വീൽ ചെയറിലുള്ളവരെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് എന്തായാലും എൻ്റെ സോൺ ആണ്. സോൺ വൈസാണ് വിളിക്കുക. സോ കുറച്ചധികം നേരം ഇവിടെ കാത്തിക്കാനുണ്ടാവും. വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ കുറേ നേരം ഇരിക്കുന്ന ഒരു ചടപ്പല്ലേ. സോ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. This time house designs and വലിയ കുടകളൊക്കെ ഇവിടെ കിട്ടും. ജോൺസ്. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ബാക്കി പകുതി ഭാഗം കീറിയെടുത്തു ഗൈസ്. ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഗൈസ്. ബട്ട് ഇതിലെ ഹെയർ ഹോസ്റ്റസ് എന്നെ ആദ്യം തന്നെ ചടപ്പിച്ചു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനെടുക്കും.
രാവിലെ അതിനോണ്ട് സ്കൈ കാണാൻ വലിയ സുഖമൊന്നുമില്ല എന്നാലും. Should have difficulty adjusting seatbelt, please contact the cabin crew with the red tips slightly downwards. It can also be inflated by burden upper tubes. ഇതെന്താ ബാക്കിലുള്ളവർക്ക് മാത്രം കണ്ടാൽ മതിയോ? Watches നമുക്കൊന്ന് കാണാൻ special പറ്റും. efforts to operate it. യെസ് ഗൈസ്, The cabin ഫ്ലൈറ്റ് crew is എടുക്കുന്നുണ്ട്. just controlling flight. Should the captain occur, സോ ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഇതിലെ എയർ ഹോസ്റ്റസ്മാർ ഇഷ്ടമായില്ല. അവരുടെ ബിഹേവിയറും എനിക്കിഷ്ടമായില്ല, അവരുടെ ലുക്കും എനിക്കിഷ്ടമായില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ശ്രീലങ്കൻ എയർലൈൻസ് ചൂസ് ചെയ്യില്ല. പക്ഷേ എമിറേറ്റ്സ് ഒക്കെ കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പം ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. എന്നാലും നമ്മുടെ ഫ്ലൈറ്റ് ട്രിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എൻജോയ് ചെയ്യണ്ടായില്ല. എൻജോയ് അല്ല, എന്നാലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ സമയം 12:15 സോ ഫ്ലൈറ്റ് എടുക്കാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. ചെറിയ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ട് നിന്നും തോന്നുന്നു. മുമ്പിൽ വേറെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഒരു കുട്ടി മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. ഗൈസ്, വിമാനം ഓടിത്തുടങ്ങി. യെസ് ഗൈസ്, പൊന്തി, വിമാനം പൊന്തി. ഞാൻ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞ അതേ സാധനമാണ്, പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ എയറിലായി ഗൈസ്. എൻ്റെ മമ്മിയും ഡാഡി വല്യമ്മയൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും. ഓ മൈ ഗാഡ്, എല്ലാവരും മിസ് ചെയ്യും ഗൈസ്. ക്ലൗഡ്സ്, ഐ ക്യാൻ സീ ദ ക്ലൗഡ്സ് നൗ. രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ കൊളംബോക്കാണ് പോകുന്നത്, ശ്രീലങ്ക. ആൻഡ് അവിടെ നിന്ന് നൈറ്റാണ് ഫ്ലൈറ്റ്. അതുവരെ ശ്രീലങ്കയിൽ വെറുതെ ഇരിക്കണം, നോക്കാം. ഇപ്പം ദാ ഫ്ലൈറ്റ് പൊന്തി പൊന്തി ചെവിയൊക്കെ അടഞ്ഞ് തുടർന്ന് കളിക്കുന്നുണ്ട്. കാലിയാണ് സീറ്റൊക്കെ ഏറെക്കുറെ. കണ്ടോ, പല സ്ഥലത്തും കാലിയാണ്. പക്ഷേ ഇവർ ലാസ്റ്റ് നിമിഷം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര റേറ്റ് കൂട്ടി. അതെനിക്കിഷ്ടമായില്ല. കാരണം അത്രയും ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഫില്ലായിരുന്നു, പക്ഷേ ഇതൊക്കെ കാലിയാണ്. അവരെന്നെ പറ്റിച്ചതാ ഗൈസ്. കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, അബദ്ധങ്ങൾ പറ്റും. ഇനി പറ്റാതിരിക്കാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവരെയും മിസ് ചെയ്യും. പുതിയ കൺട്രി പോയിട്ട് അവിടെ എത്രമാതിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എങ്ങനത്തെ ആൾക്കാർ അവിടെ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് നല്ല രീതിയിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പ്രാർത്ഥിക്കാം. കുടിക്കാൻ ആപ്പിൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. വാവ്, പുറത്ത് കാണാൻ നല്ല രസമായിട്ടുണ്ട്, നീല സ്കൈ. സോ റിഫ്രഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്താ നോക്കാം. വെജിറ്റബിൾ സംതിങ്. ബോണ്ടേൻ്റെ ഒരു അമ്മാവനായിട്ട് വരും. Sky is looking beautiful. കാണിച്ചു തരാം. ടേസ്റ്റ് ഇഷ്ടമായെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. വലിയൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ കാണുന്നതാണ് കേരളം. ആൻഡ് ദിസ് ഈസ് ഓഷ്യൻ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ശ്രീലങ്കയിലേക്ക്.
നമ്മൾ സക്സസ്ഫുള്ളി ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്തു ഗായ്സ്. അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നേരെ ബസ്സിലേക്ക് കയറുകയാണ്. ബസ്സിലിരുന്നു ഗൈസ്. ഇനി ഇമിഗ്രേഷനിലൊന്ന് പോയി നോക്കാം, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പോയി ഞാൻ വെറുതെ കുറച്ച് അപ്പുറം വരെ പോയി. അവിടെയല്ല, ട്രാൻസ്ഫർ സർവീസസ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. സോ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇറങ്ങി വരുമ്പോൾ തന്നെ ട്രാൻസ്ഫർ സർവീസ് ഇവിടെയാണ് പോകേണ്ടിയിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്താണെന്ന്. അങ്ങനെ ട്രാൻസ്ഫർ സർവീസിൽ നിന്നിട്ട് എനിക്ക് ഹോട്ടലിൻ്റെ വൗച്ചർ കിട്ടി. സോ ഞാൻ അതും കൊണ്ട് ഇനി അടുത്ത ഇമിഗ്രേഷനിൽ പോവുകയാണ്. അവിടെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് പിന്നെ എവിടെയോ ഇരിക്കാനാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവർ പറഞ്ഞൊന്നും ക്ലിയർ ആയില്ല. ബട്ട് എന്തായാലും ഇമിഗ്രേഷനിൽ പോകാനുള്ളതുകൊണ്ട് അവിടെ പോയി ഇതൊന്ന് കൊടുത്തു നോക്കാം. ഇമിഗ്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി എന്നോട് താഴേക്ക് പോകാനാണ് പറഞ്ഞത്. അതാണ് ശ്രീലങ്ക സ്പെഷ്യൽ കുപ്പികൾ ആൻഡ് ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ ഒക്കെ ഇവിടെയുണ്ട്. Buy 2 for $30. ഓക്കെ ഗൈസ്, അതിൻ്റെ അടുക്കന്ന് ഞാൻ വാഷ്റൂമിൽ പോയപ്പം അവിടുത്തെ ആൻറ്റി ഭയങ്കര റെസ്പെക്റ്റോടെയൊക്കെ ലൈക്ക് നമ്മൾ പുറത്തൊക്കെ ചെന്നാൽ ടിഷ്യൂ ഒക്കെ സ്വന്തമായിട്ട് എടുക്കേണ്ടത്, ടിഷ്യൂ എടുത്ത് കയ്യിൽ തരുന്നു, ടാപ്പ് തുറന്നു തരുന്നു. അതിപ്പോൾ ഞാൻ മാത്രം ഉണ്ടായതുകൊണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും സംഭവം കൊള്ളായിരുന്നു. എവിടെ നോക്കിയാലും കുപ്പികളാണ് ഗൈസ്. ഇതിൻ്റെ ബാഗേജ് ക്ലെയിമിൻ്റെ ഏരിയ. ബട്ട് എനിക്ക് അങ്ങോട്ടേക്കല്ല, അതുകൊണ്ട് എനിക്ക് അപ്പുറം കസ്റ്റംസിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ലേവർ 10 മണിക്കൂറുള്ളതുകൊണ്ടാണ് റൂം കിട്ടിയത്. സോ ഈ പച്ച സമ്പത്തിൻ്റെ അടി കൂടെ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പുറത്ത് പോയിട്ട് റൈറ്റിൽ കൗണ്ടർ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. സോ എയർപോർട്ടിൽ നിന്ന് എന്തായാലും എക്സിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് 2 പേര് എന്നോട് നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫുൾ ആൾക്കാർ. വെൽക്കം ടു ശ്രീലങ്ക ഗൈസ്. സോ ഗൈസ്, ഐ റീച്ച് ശ്രീലങ്ക. 10 മണിക്കൂർ ലേ ഓവർ ഉണ്ട്, 10-11 മണിക്കൂറുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മെയിൻ സ്പോട്ട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന്. ഇവർ പറഞ്ഞത് എൻ്റെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങിയാൽ 7:30 ആകുമ്പോഴേക്ക് എത്തുന്നതാണ്. സോ അങ്ങനെ എത്തുമെങ്കിൽ പിന്നെ ഞാനെന്തിനു പേടിക്കണം. അപ്പം ഞാനിപ്പോൾ കുറച്ച് ശ്രീലങ്കൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് എക്സ്ട്രസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയൻ ഡോളർ ആക്കാമല്ലോ. സോ ഐ എം ഗോയിങ് ഫോർ ദാറ്റ്. എന്തായാലും കറങ്ങിയിട്ട് തന്നെ കാര്യം. ശ്രീലങ്കൻ ഡോളേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഇത് കിട്ടി ഗൈസ്. 1000 500 100 20. ഇതാണ് എനിക്ക് കിട്ടിയ നോട്ടുകൾ. കളർഫുള്ളാണ്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. സോ ഇവിടെ ഞങ്ങൾ പാസ്പോർട്ട് കൊടുത്ത് ഇവിടെയാണ് സിറ്റി ടൂർസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടീൻ്റെ അടുത്തേക്ക് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെങ്ങായി. ഞാൻ ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്, നമുക്ക് കയറാം. ഇതിലാകെ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൃശ്ശൂരിലുള്ളൊരു ബ്രോ ആണ് ഇപ്പോൾ പോയത്. സോ എൻ്റെ കൂടെ കറങ്ങാൻ, ശ്രീലങ്ക കറങ്ങാൻ മൂപ്പരും ഉണ്ടാവും. ഒരു കമ്പനിയും കൂടി ഉള്ളത് നല്ലതല്ലേ. അപ്പം ഈ ചേട്ടനെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇതാണ് ആ ചേട്ടൻ താമസിക്കുന്ന റൂം, മെയിൻ ഹോട്ടൽ. എൻ്റെ ഹോട്ടൽ കുറച്ച് അപ്പുറത്തുള്ള. ഇതാണ് എനിക്ക് പോകാനുള്ള വിവാൻ്റെ ഹോട്ടൽ. ഗൈസ്, എന്നെ വണ്ടി ഇവിടെ ആക്കി തന്നു ആൻഡ് ഐ എം ഗോയിങ്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്?
Come on, this is my hotel room. ഡിന്നർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഞാൻ ഡിന്നർ കഴിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. ബിക്കോസ് രണ്ടും കണക്കല്ലേ. ദിസ് ഇസ് ശ്രീലങ്ക ആൻഡ് ഞാനിപ്പോൾ വിവാൻഡ ഹോട്ടലിലാണുള്ളത്. ഇവിടെ റൂം എന്താ അവസ്ഥ എന്നറിയില്ല. ഡിന്നർ ആൻഡ് ലഞ്ച് ഇവിടെ നിന്നാണ് എനിക്ക്. ശ്രീലങ്കൻ എയർലൈൻസ് ആണ് ഇതിന് എനിക്ക് റൂം ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. കാരണം നൈറ്റാണ് ഫ്ലൈറ്റ്, 10 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. സോ ഞാനിപ്പം ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. സോ ഗൈസ് പോയി നോക്കാം. Okay guys, so dinner is a buffet item. പിന്നെ കുറച്ച് ഗൈസ് എന്തൊക്കെയുണ്ട്, എല്ലാം തീർന്നു എന്നാണ് പറഞ്ഞത്. എന്നോട് വേഗം എടുക്കുകയാണെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. ഇതെന്താ സാധനം? പ്ലേറ്റ് നിറച്ച് ഞാൻ ഓരോന്ന് എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ പിന്നെ കാണാം. പപ്പടം 4 എടുത്തിട്ടുണ്ട്. ചമ്മന്തി. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് ഗായ്സ്. ഡിസേർട്ട് ഓൾസോ ഇപ്പം എടുക്കാനാണ് ഇവർ പറയുന്നത്. കേക്ക് ഇതൊന്ന് വെക്കാം. എല്ലാം ഓരോന്ന് പോരട്ടെ. ഇതാണ് എൻ്റെ ഡിസേർട്ട്. തൽക്കാലം ഇതെല്ലാം കൂടി വീഡിയോ എടുക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ തുടങ്ങാം. ഓക്കെ ഗൈസ്. വെജിറ്റബിൾ റൈസാണ്, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഓക്കെ, പപ്പടം ഉണ്ട്, ക്രഞ്ചിയാണ്. ഇത് പിന്നെ എന്തോ മട്ടൻ പോലത്തെ ഒരു സാധനമാണ്. ഗൈസ് ഫുഡ് കഴിച്ച് കൊഴങ്ങി. ഇനി ഞാൻ ട്രിപ്പിന് പോകണം. ട്രിപ്പ് മീൻസ് അപ്പോൾ അതിനായിട്ട് ആദ്യം റൂമിൽ പോകണം. റൂം എന്താ അവസ്ഥ എന്ന് പോയി നോക്കാം. വെരി നൈസ് റൂം. വാഷ്റൂം നോക്കിയാലോ? വാഷ്റൂം ഓൾസോ നൈസ്. അയ്യോ, ഞാൻ എന്തിനാ ട്രിപ്പിന് പോകണമെന്ന് പറഞ്ഞത്? എനിക്കിവിടെ മര്യാദക്കൊക്കെ കിടന്നാൽ മതിയായിരുന്നു. പോയി വന്നിട്ട് കിടക്കാൻ ടൈം ഉണ്ടാവോ നോക്കാം. ഗൈസ് അങ്ങനെ എൻ്റെ ട്രിപ്പ് പോകാനുള്ള വണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ലോട്ടസ് ആണ്, ലോട്ടസ് ടവർ. ഇതാണ് കൊളംബോ ലോട്ടസ് ടവർ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ചൈനക്കാർ ബിൽഡ് ചെയ്തിട്ടുള്ള ലോട്ടസ് ടവർ ഇൻ കൊളംബോ. ഗൈസ് നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ് പാർലമെന്റ് ആണ്, ഓൾഡ് പാർലമെന്റ്. ഇവിടെ സ്റ്റോപ്പ് ഇല്ലെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കണം. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്ട്രീറ്റ് ആണെന്നാണ് പറഞ്ഞത്, പെറ്റ സ്ട്രീറ്റ്. ഈ സാരികളാണ് മെയിനായിട്ടും. അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു, ജസ്റ്റ് റൗണ്ട് അടിച്ച് കണ്ടു. എല്ലാ സ്ഥലത്തൊന്നും കയറാൻ പറ്റിയില്ല, എന്നാലും കാറിന്ന് കണ്ടു. സോ ഇപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര ടയേർഡാണ്, അതുകൊണ്ട് റൂമിലേക്ക് പോവാണ്. ഇനി അത് കഴിഞ്ഞ് രാത്രി 12:45 അടുത്ത ഫ്ലൈറ്റ്. സോ അതുവരെ ഒന്ന് ഉറങ്ങണം. അതുവരെ ഉറങ്ങാനില്ല, എന്നാലും പറ്റുന്നവരെ ഉറങ്ങാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം ഒരു 6:45 ആയപ്പോഴേക്കും ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. ആൻഡ് ഡിന്നർ ഉണ്ടാവും. ഡിന്നർ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. സോ എന്നാൽ ശരി, ഞാൻ ഉറങ്ങട്ടെ. ബൈ. അങ്ങനെ എൻ്റെ കുറച്ച് നേരത്തെ ഉറക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് ഡിന്നർ കഴിക്കാൻ ടൈമായി. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. 9:45 ആകുമ്പോൾ കാറ് കൂട്ടാൻ വരും. സോ അതിനു മുമ്പ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം വരാം. കുറച്ച് ചിക്കൻ കറി എടുക്കാം. അടുത്ത ഇത് കുറച്ചെടുക്കാം. കുറച്ച് ചില്ലി പോർക്ക് കൂടെ എടുക്കാം. ഷൂട്ടറൊന്നും എടുക്കാം. കുറച്ച് ഈ സാധനം എടുത്തിട്ടുണ്ട്. സംഭവം ഞാൻ കഴിച്ചു നോക്കി. ഡിന്നർ ഞാൻ കുറച്ച് ലഘുവാക്കി.
പക്ഷെ ഫുഡൊക്കെ കൊള്ളാം. ഞാൻ ഉച്ചക്ക് എടുത്ത് കുറച്ച് ഓവറായിപ്പോയി, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ബാക്കിയാക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലേ എടുത്തിട്ടുള്ളൂ. ഞാൻ പോർക്ക് കഴിച്ചിട്ടോ, ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി. അപ്പം ഞാനിത് ഒരു പീസും കൂടി എടുക്കും. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. ചിക്കൻ സ്റ്റൂ ആൻഡ് ജീര റൈസ്. ചില്ലി പോർക്കുണ്ട് ഗൈസ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഫോർക്ക്, ഞാൻ ഈ നൈഫ് പിടിക്കുന്നത് ആക്ച്വലി കറക്റ്റല്ലാന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ഇതിനങ്ങ് ചെയ്യുന്നത് തന്നെ. സാധനം കറക്റ്റായി കിട്ടുന്നുണ്ട്, അത് മതി. ഓ മൈ ഗുഡ്നസ്, ഇതെന്തിനാ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? നേരത്തെ ഞാൻ ഇതുപോലത്തെ ഒരു സാധനം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് അടിച്ചിരുന്നു, ഇത് എന്തോ സാധനമാണ്. അപ്പോൾ മനസ്സിലായത് പോർക്കാന്ന്, സാധനം കൊള്ളായിരുന്നു. ഇവിടെ ഫിഷിൻ്റെ എന്തോ സാധനം ഉണ്ട് തന്നെ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ പീസ് ചോദിച്ചിട്ടുണ്ട്. ചെറുതാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം അല്ലേ. സോ ഇതാണ് നേരത്തെ പറഞ്ഞ ഫിഷിൻ്റെ സാധനം. എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു സ്വീറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡെസേർട്ട്സ് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സോ ഞാൻ അതും എടുക്കാൻ പോവാണ്. ഓ, ബനാന വിത്ത് ചോക്ലേറ്റ് സോസ് ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇവിടെയുണ്ട്. കർഡ് ആൻഡ് ട്രിക്കിൾ, വാട്ട് ഇസ് ദിസ്? സോറി, ഐ ഡോണ്ട് നോ. ആൻഡ് ഇതാണ് നമ്മളുടെ കേക്ക്സ്. ഇത് കുറച്ച് സ്ട്രോബെറി റിലേറ്റഡ്, നേരത്തെയും തന്നിരുന്നു. ഇത് എന്തായാലും വെറൈറ്റി ആയിരിക്കും. ജെല്ലി കേർഡ് വെറുതെ അല്ല, ഇതൊരു കേർഡ് കൈൻഡ് ഓഫ് ചോക്ലേറ്റ് ടാർട്ട് ആൻഡ് എല്ലാത്തിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ? മോയിസ്റ്റ് കേക്ക്. വാവ്, ഓ മൈ ഗോഡ്, ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കഴിക്കും? എനിക്കെല്ലാം കൂടി കഴിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ ചെറിയതായിട്ട് എന്തെങ്കിലും മാത്രം എടുക്കും. ഒരു പ്ലേറ്റിൽ കൊള്ളിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പിൽ കഴിക്കാം. ആൻഡ് ഇത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആണ്. ഇതിങ്ങനെ ചോക്ലേറ്റിൻ്റെ കൂടെ കഴിക്കുമ്പോണ്ടല്ലോ ഗൈസ്, കിടിലനാണ്. പഴവും ചോക്ലേറ്റും ചോക്കോ ചിപ്സും. റോബസ്റ്റ് പഴമാണ്. ചോക്ലേറ്റിൻ്റെ കൂടെ പിന്നെ എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്കിതങ്ങ് ഇഷ്ടമായി. എനിക്ക് ഇവിടെ തന്നെ അങ്ങ് നിൽക്കണമെന്നുണ്ട്, പക്ഷേ അതിന് കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി. എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡെസേർട്ട് പാർട്ടാണ്. ബിക്കോസ് ഇഷ്ടംപോലെ കേക്ക്സ് ഉണ്ട്. ഷുഗർ കട്ട് എടുക്കാൻ വിചാരിച്ച എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചാൽ ഇവരെ എന്ത് ചെയ്യണം ഗൈസ്? ഇനി ഞാനിപ്പോൾ ഒന്നും എന്തായാലും കേക്ക് ട്രൈ ചെയ്യുന്നില്ല. കാരണം ഇവരെന്നെ വിചാരിക്കും ഇവൾ എന്ത് സ്വീറ്റ് ലവറാണെന്ന്. കേക്കൊക്കെ അത്യാവശ്യം ഉച്ചയ്ക്ക് ട്രൈ ചെയ്ത കൈൻഡ് ഓഫ് സാധനം തന്നെ അകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഇത് മതി. അങ്ങനെ ഞാൻ ഈ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ വിട പറയുകയാണ്. 2 നേരം മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ, ബട്ട് എനിക്ക് 2 ഫുഡ് അത്യാവശ്യം നല്ലോണം ഇഷ്ടമായി. ഇത് എന്തോ കേക്കാണ് തോന്നുന്നു. സാൾട്ടഡ് ബട്ടറാണ്. സോറി ഗൈസ്, ഇത് ഞാൻ എടുത്തിരുന്നെങ്കിൽ ചമ്മിപ്പോയിരുന്നു. ഇതിൽ 2 സൂപ്പുകളുണ്ട്. ആൻഡ് ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് മെനൂസ് ആർ റിയലി വാസ്റ്റ്. കണ്ട, ഇത് ഫുള്ള് വെജും ഇത് ഫുള്ള് നോൺ വെജുമാണ്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ റൂമിലേക്ക് പോകാം, ബിക്കോസ് നമുക്ക് മാറ്റണം. ഗൈസ്, നമ്മളെ തേങ്ങാ ചമ്മന്തിക്ക് ഇവിടെ പേര് കണ്ടോ? വെജിറ്റബിൾ കൊട്ടു, സിൻഹർ അച്ചാർ, പപ്പടം, റോസ് പാൻ ആൻഡ് സീനി സംബോൾ. ഗൈസ്, ഇവിടെ ഡ്രിങ്ക്സ് ഉണ്ട്. നേരത്തെ എനിക്ക് കുടിക്കാൻ പറ്റിയില്ല, ഇപ്പോഴും ഞാൻ കുടിക്കുന്നില്ല, ബിക്കോസ് കുടിച്ചാൽ റെഡി ആവില്ല. സോ സമയം ഇപ്പോൾ 9:45 കഴിഞ്ഞ് കുറച്ച് നേരമായി. റൂം ചെക്കൗട്ട് ചെയ്യുന്ന ടൈമായി. ഞാൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂം നല്ല അടിപൊളി റൂം, ഇനി ഒന്നും പറയാനില്ല. എനിക്ക് ഇതുപോലത്തെ ഒരു റൂം മതി കാലാകാലം ജീവിക്കാൻ. കാരണം എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടു. ലിഫ്റ്റിൻ്റെ അടുത്തുള്ള സോഫയാണിത്. സംഭവം ചെക്കൗട്ട് ചെയ്തിട്ട് താഴെ തന്നെ ഇരിക്കുകയല്ലേ. പിന്നെ ഇവിടുത്തെ ലിഫ്റ്റിന് വേറൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ ലിഫ്റ്റ് കയറിയിട്ട് കാണിക്കാം. ഇവിടുത്തെ ലിഫ്റ്റിൽ നമ്മൾ വെറുതെ ഇങ്ങനെ അടിച്ചാൽ വർക്കാവില്ല. പക്ഷെ ഗ്രൗണ്ട് ആണെങ്കിൽ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്താൽ മാത്രമേ ഇത് ഞെങ്ങുള്ളൂ.
ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അതാ നോക്കൂ, കണ്ണാടിയിൽ ഞാൻ അപ്പുറത്തെ റൂമിലേക്കാണ് പോകേണ്ടത്. അപ്പുറത്ത് അവിടെയാണ് ചെക്കൗട്ട്. ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കൂട്ടത്തിൽ ആൾ വരാത്തോണ്ട് ഞാൻ അതിൽ ഇറങ്ങാഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ആട്ടെ, റൂമിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ സക്സസ്ഫുള്ളി ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടി കുറേ നേരമായി വരികയാണെന്ന് പറയുന്നത്, പക്ഷേ എനിക്കിതുവരെ കോളൊന്നും വന്നില്ല. 2:45 ഫ്ലൈറ്റ്. സോ അതിനനുസരിച്ച് അവിടെ എത്തിയാൽ മതി. ഗൈസ്, നമ്മളെ പിക്കപ്പ് ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറേ ടൈം നിർത്തിയില്ല. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ AC അങ്ങ് പോയി. തിരിച്ച് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് അവിടെ റൂമിലേക്ക് പോകുമ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നു, ആൻഡ് ഇപ്പോൾ വരുമ്പോൾ പിന്നെയും ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സിംഗപ്പൂർ സംഭവം ഉണ്ടായിരുന്നു, അത് മിനിമം 10,000 ഇല്ലെങ്കിൽ മാറ്റാൻ പറ്റൂല എന്ന് പറയുന്നത്. പുറത്തുനിന്ന് സിംഗപ്പൂരല്ല, ശ്രീലങ്കൻ സിറ്റിസൺ അല്ലെങ്കിൽ മാറ്റാൻ പറ്റില്ല എന്നും പറയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ കൊണ്ടുകൊണ്ടിരും. ഈ എയർപോർട്ട് വലിയൊരു സുഖമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അഡ്ജസ്റ്റ് ചെയ്യുക, വെറുതെ എന്തൊക്കെയോ വേണമെങ്കിൽ എന്തൊക്കെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ എന്തൊക്കെ ചെയ്തു. ഇനി ഞങ്ങൾ നേരെ കയറിയാൽ മതിയോ ഓർ നിൽക്കണോ എന്നുള്ള ഇൻഫർമേഷൻ അറിയാൻ പോയതാണ്. Okay, so this is Ganesh from Thrissur and CM from Bangladesh. ഭയങ്കര തിരക്കാണ് ഇവിടെ, എമിഗ്രേഷൻ എല്ലായിടത്തും. സോ ഇതൊന്ന് കൈ നേരം കാത്തിക്കുക. ഗേറ്റ് 14 ആണ് ഉള്ള വണ്ടി. 14th ഗേറ്റിലെത്താ ഗൈസ്. എൻ്റെ വേഗം പിടിച്ചിരിക്കുന്ന ഗൈസ്, നോ ഡേഞ്ചറസ് ഗുഡ്സിന് ഇവിടെ ബോർഡുണ്ട്. സോ ഷൂ ഊരി, ലാപ്ടോപ്പ് എല്ലാം സെപ്പറേറ്റ് വെച്ചു. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം സെപ്പറേറ്റ് വെച്ചിട്ട്, പിന്നെ പാസ്പോർട്ടിലുള്ളത് മുഖവും കറക്റ്റ് ഫേസ് ആണോ നോക്കി എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളിപ്പോൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് ഗൈസ്. എൻ്റെ അതേ കോഴ്സ് പഠിക്കുന്ന എൻ്റെ ഇന്ത്യയിലെ വേറെ ഫ്രണ്ടിനെ ഞാൻ ഇവിടുന്ന് കണ്ടു. ആൻഡ് അതാണ് ഈ കുട്ടി, പ്രിയാൻഷി. സേ ഹായ്. ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് ഓരോ സെക്ഷനായിട്ട്. അപ്പം കുറേ പേര് പോകുന്നുണ്ട്. എൻ്റെ സീറ്റ് 20A ആണ് എൻ്റെ സീറ്റ്. സോ എന്നെ വിളിക്കാൻ എന്തായാലും കുറച്ച് കഴിയും. കുറേ പേര് അവിടെ നിൽക്കുന്ന കണ്ടോ, ഇതാണ് എൻ്റെ കൂടെ ഉള്ളവർ. ഗൈസ്, എനിക്ക് ഇവിടെയാണ് സീറ്റ് കിട്ടിയത്. അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ബാക്കി എല്ലാവരും അപ്പുറം പോയിരിക്കുന്നുണ്ട്. എൻ്റെ ബാഗാണ് ഗൈസ് താരം, കണ്ടോ. എൻ്റെ ബാഗ് വെക്കാനായിട്ട് വേറെ ഉള്ളവരുടെ ബാഗ് ഒഴിവാക്കി. അപ്പോൾ ഗൈസ് സീറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ആൻഡ് എനിക്കിപ്പോഴും ഫ്രണ്ടിലുള്ള സീറ്റാണ് കിട്ടിയത്, അതുകൊണ്ട് കാല് വെക്കാൻ നല്ല സ്ഥലമുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ബാക്കിലാണ് ഇരിക്കുന്നത്. സ്റ്റിൽ ഐ ഗോട്ട് ദ വിൻഡോ സീറ്റ്സ്. ആൻഡ് ഇതിലെക്കൂടെ നോക്കിയാൽ ചിറക് കാണാം, ഇതിലെക്കൂടെ നോക്കിയാലും കാണാം. സോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഒരു പില്ലോയും ഒരു ബ്ലാങ്കറ്റും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റും എല്ലാം എടുത്തു. ഇടയ്ക്കൊന്ന് വെറുതെ എണീച്ച് കൈയൊക്കെ പോയി. അപ്പോഴേക്കും അവർ ഇയർഫോൺസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുഡും തന്നു. ഫുഡിൽ മെയിനായിട്ട് ചിക്കൻ സോസേജും അങ്ങനത്തെ എന്തൊക്കെയോ ആയിരുന്നു. അവരെ പ്രിഫറൻസ് ചോദിച്ചിട്ടാണ് നമുക്ക് തന്നത്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കേക്ക് ലവർ ആയതുകൊണ്ട് കുറച്ച് കേക്കും കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി. നെക്സ്റ്റ് ഡേ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ അങ്ങ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ ബ്ലാങ്കറ്റ്സും പില്ലോസും ഇയർഫോൺസും ഒക്കെ സെപ്പറേറ്റ് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയ എത്താനായപ്പോഴുള്ള വീഡിയോ ആണിത്. പറയാൻ വിട്ടുപോയി, ചായയും ഇൻകമിങ് പാസഞ്ചർ കാർഡും ഒക്കെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആൻഡ് ഇത്രയും നേരം ഞാൻ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ 10 മണി കഴിഞ്ഞു ടൈം മേടിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ച് നാട്ടിലത്തെ 10 മണി, ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 2:30, ഓക്കെ, അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ നിന്നേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 3 മണി ആവാനായി, 3 മണി കഴിഞ്ഞു. ആ ടൈമായിരുന്നു ലാൻഡിങ്ങിന് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ച് നാട്ടിലത്തെ 10 മണിക്കാണോ ഇനി ലാൻഡിങ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിലത്തെ 3 മണിക്കാണോ, അത് കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോണിലെ ടൈം മാറി. ഞാൻ കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ 10 മണി കഴിഞ്ഞ്, പക്ഷെ പിന്നെ നോക്കിയപ്പോൾ 3 മണിയായി. ഗൈസ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ക്ലൗഡ്സാണ്. ഓസ്ട്രേലിയയിലെ വീടുകളിലെ റൂഫാണോ ഇത്? ഫുൾ ഒരുമാതിരി
സീനന്നെ റോഡൊക്കെ നോക്ക്. താങ്ക് യു. അങ്ങനെ ഗൈസ്, ഞാനാണ് എക്കണോമി ക്ലാസ് ആദ്യം പുറത്തിറങ്ങുന്നത്. എൻ്റെ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് ഇറങ്ങാനും സുഖമായിരുന്നു. സോ ഇനി പോയിട്ട് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഓ മൈ ഗോഡ്, എൻ്റെ കാലൊക്കെ വേദനയായിട്ട് വയ്യ, സത്യം അറിയാലോ, നല്ല വേദന ഉണ്ട്. ഓടട്ടെ, ബിക്കോസ് ഓസ്ട്രേലിയത്തെ പ്രൊസീജിയേഴ്സ് കുറേ ഉണ്ടാവും, എന്തൊക്കെയാണെന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ വന്ന ശ്രീലങ്കൻ എയർലൈൻസ് കാണുന്നുണ്ടോ? ബാഗ് കിട്ടി. ഫൈനലി ഞാൻ മെൽബൺ എയർപോർട്ടിലെത്തി. അങ്ങനെ ഗൈസ്, എൻ്റെ മെൽബൺ യാത്ര ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ട്രാവലിംഗ് വാസ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഭയങ്കര തണുപ്പുണ്ട്. എ സിനെക്കാട്ടും തണുപ്പാണ് ഇവിടെ പുറത്ത്. ഞാൻ ഇടയ്ക്ക് ഡോറ് തുറന്നപ്പോൾ ആ കാറ്റിങ്ങോട്ട് വന്നപ്പോൾ സീനായി പോയി, അത്രയും തണുപ്പ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ദിൽഷ സൈനിങ് ഓഫ്. ബൈ.